ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാക്കു നാട്ടിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് പറയുന്നത് വാൽപ്പാറയാണ് കേട്ടോ. അതിരപ്പള്ളി വാഴച്ചാല വഴി നമ്മൾ വാൽപ്പാറ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോഴൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലക്കാട് അവിടെ നിന്നൊരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ നമ്മളുടെ കൂടെ ഉമ്മയും വാപ്പയും അതുപോലെ ഐഷും മക്കളും, പിന്നെ ഇതിൻ്റെ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മളുടെ ജൂനും അതുപോലെ ഹെണ്ണയും നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ നമ്മൾ പാലക്കാട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഉമ്മാക്ക് പിന്നെ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഹോട്ടലിൽ കഴിക്കുന്നത്, അതായത് എക്സ്പെഷ്യലി നമ്മളുടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ. പുറത്ത് നമ്മൾ നല്ല ഹോട്ടലൊക്കെ ആണെങ്കിൽ നമ്മൾ അൽഫാം മന്തി അങ്ങനെയൊക്കെ നല്ല ഹോട്ടലിലാണെങ്കിൽ കഴിക്കും. ഇവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉമ്മക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ച് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ മാത്രം കഴിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും കഴിച്ചിറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ റൂട്ട് എന്ന് പറയുന്നത് ആതിരപ്പള്ളി വാഴച്ചാല മലക്കപ്പാറ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോയാൽ നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയുന്നുള്ളത്. നമ്മളെ വാൽപ്പാറയിൽ കുറച്ച് ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതുവഴി പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാലക്കാട് പൊള്ളാച്ചി അതുവഴി നമുക്ക് ഇറങ്ങാം കേട്ടോ. അതിരപ്പള്ളി വാഴച്ചാല വഴി അങ്ങനെ ഇറങ്ങാം. നമ്മൾ അതിരപ്പള്ളി വാഴച്ചാല വഴി അങ്ങനെ കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അലൗഡ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളുടെ പാലക്കാട് തനിമ നിർത്തുന്ന വയലുകളും ഒക്കെ ആസ്വദിച്ച് നമ്മൾ പോവുകയാണ്. പിന്നെ പാലക്കാട് തുരങ്കം വഴിയാണ് നമ്മൾ പോവുക. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാൽപ്പാറ എന്ന് പറയുമ്പോൾ വാൽപ്പാറ ഫോറസ്റ്റ് ഏരിയ ഒരു 3 മണിക്കൂറോളം 50 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നത് കേട്ടോ. ഏകദേശം 3 മണിക്കൂറോളം നമുക്ക് നമ്മളുടെ ഫോറസ്റ്റ് ഏരിയയിലൂടെ തന്നെ പോവാനുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക എന്താണ്, ഒരുപാട് മൃഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. പിന്നെ നമ്മളവിടെ ചെക്ക് പോസ്റ്റിലെത്തിയാൽ നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൊടുക്കണം. അങ്ങനെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ആതിരപ്പള്ളി വാഴച്ചാലയുടെ ഫ്രണ്ട് വഴിയാണ് നമ്മൾ പോവുക. നമ്മളവിടെ കയറി ചെയ്തൊന്നുമില്ല കേട്ടോ. നമ്മൾ 1 ഡേ ടൂർ ആയതുകൊണ്ട് നമ്മളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് എന്ന് പറയുന്നത് വാൽപ്പാറ അതുപോലെ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് മക്കൾക്ക് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഷോളയാർ ഡാം വഴിയാണല്ലോ അതിരപ്പള്ളി വാഴച്ചാല, പിന്നെ മലക്കപ്പാറ ഷോളയാർ ഡാം വഴിയാണ് പോവുക. അതും കഴിഞ്ഞിട്ടാണല്ലോ വാൽപ്പാറ. അപ്പോൾ നമ്മൾ ആ ഫോറസ്റ്റ് ഏരിയയിലോട്ട് കിടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടിയിലിരിക്കുമ്പോൾ 4 സൈഡും നമ്മൾ മൃഗങ്ങൾ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് കേട്ടോ നോക്കുന്നത്. ജൂന് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ കഴിയുമോ, എക്സ്പെഷ്യലി നമ്മളുടെ ആനനെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് കേട്ടോ നോക്കുന്നത്. പിന്നെ കുറച്ച് ഫോറസ്റ്റ് ഏരിയയിൽ കുറച്ച് ഭാഗം എത്തിയപ്പോൾ മക്കൾക്ക് വാപ്പ സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ അല്ല, അപ്പോൾ മക്കളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തു. പിന്നെ ഒരു ഡാമിൻ്റെ സൈഡ് ഭാഗം കണ്ടപ്പോൾ അവിടെയൊക്കെ സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ 50 കിലോമീറ്ററോളം പോന്നിട്ടും നമുക്ക് വാൽപ്പാറ ഒരു മൃഗങ്ങളെയും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ നമുക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ നമ്മളുടെ അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടം നമ്മൾ കവർ ചെയ്തു കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിലർ പറയും പിന്നെ മൂന്നാറിൻ്റെ ചെറിയൊരു ഭാഗമാണ് വാൽപ്പാറ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കേട്ടോ. നിറയെ കോട. നമ്മൾ യാത്ര തുടരുമ്പോഴും നമ്മളുടെ മൈൻഡിൽ നല്ല ഒരു പ്രത്യേക വൈബ് 2 സൈഡിലായിട്ട് നമ്മളിങ്ങനെ ആനനെ കാണുന്നതൊക്കെ കഴിഞ്ഞ് നമ്മൾ എൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. വാൽപ്പാറയിലൂടെ പോകുമ്പോൾ
പിന്നെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടോ വണ്ടിക്ക് നിർത്തി നമ്മൾ കുറച്ച് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടോ. പിന്നെ നമ്മൾ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുക, ഫാമിലി ഫോട്ടോ വീഡിയോസ് എടുക്കാൻ അവിടുന്ന് കുറച്ച് ഫാമിലി ഫോട്ടോ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് പോവാണ് കേട്ടോ. അവിടെ പോവാന്ന് പറഞ്ഞ് കുറച്ച് പോയി. പിന്നെ പഴയ അങ്ങനെ അതും നമ്മുടെ റോഡ് എന്ന് പറയുന്നത് എടുക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര മോശമായിരുന്നില്ല. പക്ഷെ ഇപ്പൊക്കെ എല്ലാം പിന്നെ നമ്മൾ മലക്കപ്പാറ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മലക്കപ്പാറ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഹോട്ടലിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളുടെ പിന്നെ അത് നമ്മളുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കട്ട് ചെയ്താണ്. എന്തൊരു എല്ലാവർക്കും ഒരേ ഒരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഫോറസ്റ്റിലൂടെ പോന്നപ്പോൾ 50 കിലോമീറ്ററോളം ഫോറസ്റ്റിലൂടെ പോകുന്നപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി മുതുമല ബന്ദിപ്പൂര് പോകാമെന്ന് പറഞ്ഞ വാപ്പ. കാരണം അവിടെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു മൃഗങ്ങളുണ്ടാവും. ഇവിടെ നമ്മൾ കേഴുണ്ട് പറഞ്ഞു, അതുപോലെ കാട്ടി അതൊന്നും കണ്ടില്ല കേട്ടോ. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിന് മുൻപ് പോകുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മളൊന്നും കണ്ടില്ല കേട്ടോ. അവിടെ പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. മോളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടോ. അത് കഴിഞ്ഞേക്കാനെ ഫോണ് സ്വിച്ച് ഓഫായി. പിന്നെ നമ്മളവിടെ 40 ഹെയർ ബാൻഡ് ഉണ്ട് പറഞ്ഞിട്ട് അതിൽ കൂടെയാണ് പോരുക. കാരണം നമ്മൾ പൊള്ളാച്ചി വഴിയാണല്ലോ പോരുന്നത്. അപ്പോൾ നമ്മൾ 40 ഹെയർ